ഹായ് ഹലോ നമസ്കാരം. ഏവർക്കും അനിലയത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് വീഡിയോകളിൽ ഞാൻ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് കൂടുതലായിട്ടും പുസ്തകങ്ങളെ കുറിച്ചായിരുന്നു. ഇന്ന് പുസ്തകത്തിനപ്പുറം അത് എഴുതിയ എഴുത്തുകാരിയും കൂടി നമ്മൾ പരിചയപ്പെടണ്ടേ. അങ്ങനെയുള്ള ഒരു എഴുത്തുകാരിനെയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. മറ്റാരുമല്ല, 2023 മികച്ച നോവലിനുള്ള പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുള്ള സിൻ എന്ന് പറയുന്ന നോവൽ പലരും വായിച്ചിട്ടുണ്ടായിരിക്കും. ആ നോവലിന്റെ എഴുത്തുകാരിയായിട്ടുള്ള ഹരിത സാവിത്രിനെ കുറിച്ചാണ്. ഹരിത മാഡത്തിന് എനിക്ക് മുൻപ് പരിചയം എന്ന് പറയുന്നത് അക്ഷരായനം എന്ന് പറയുന്ന ഒരു വായനക്കൂട്ടമുണ്ട്. പലരും അത് കേട്ടിരിക്കും, ചിലരൊക്കെ അതിൽ മെമ്പറും ആയിരിക്കും. അപ്പൊ ഞാനും ഒരു 2 കൊല്ലത്തിന് ശേഷമാണ് ഇത് തുടങ്ങി. ഒരു 2 കൊല്ലത്തിന് ശേഷമാണ് ഞാനും അതിലൊരു മെമ്പർ ആയിരുന്നത്. അപ്പോ ആ അക്ഷരായനത്തിൽ വെച്ചിട്ടാണ് ഞങ്ങൾ പല പുസ്തകങ്ങളും, അക്ഷരായനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു അധ്യാപക കൂട്ടായ്മയായി തുടങ്ങിയത്, പിന്നീട് തൃശ്ശൂര് എന്ന് പറയുന്ന സ്ഥലത്തെ കേന്ദ്രീകരിച്ചായി, അതിനുശേഷം കേരളം, പിന്നെ ഇന്ത്യ, അതിനുശേഷം പുറത്തുനിന്നുള്ള ആളുകൾ വരെ അതിലൊരു കൂട്ടായ്മയിലുണ്ട്. അപ്പോൾ വായനയെ സ്നേഹിക്കുന്ന, വായനയെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവർക്കും, അതായത് ഏകദേശം ഒരു 2ാം ക്ലാസ് തൊട്ട് റിട്ടയർ ചെയ്ത് നിൽക്കുന്ന 80 വയസ്സ് വരെയുള്ള അല്ലെങ്കിൽ അതിനപ്പുറമുള്ള ആളുകൾക്ക് വരെ വായനയെ ഇഷ്ടപ്പെടുന്നവർക്ക് പങ്കെടുക്കാവുന്ന ഒരു വേദിയാണ് അക്ഷരായനം. അതും കൂടി ഞാൻ ഇതിനോടൊപ്പം ചേർക്കുകയാണ്. കാരണം ആ വേദിയിൽ വെച്ചിട്ടാണ് ഞാൻ ഹരിത സാവിത്രി മാഡത്തിനെ കാണുന്നത്. അപ്പോ മാഡം എന്നുള്ള വിളി പോലും ആൾക്ക് ഇഷ്ടമല്ല, അത് ഞങ്ങളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ മാഡം ഈ വീഡിയോ കാണുകയാണെങ്കിൽ ക്ഷമിക്കണം, നമുക്ക് വീഡിയോയിൽ അങ്ങനെ പറഞ്ഞേ പറ്റൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും സിംപ്ലിസിറ്റി ആയിട്ടുള്ള, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എഴുത്തുകാരി, ഒരു എഴുത്തുകാരി അല്ലെങ്കിൽ ഇത്ര പ്രശസ്തിയിൽ നിൽക്കുന്ന ഒരാൾ എങ്ങനെ ഡൗൺ ടു എർത്ത് ആയിട്ടിരിക്കണം എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ഉത്തമ ഉദാഹരണമാണ് ആള്. അങ്ങനെയുള്ള പല എഴുത്തുകാരും ഉണ്ട് നമ്മുടെ ഇടയിൽ. അപ്പൊ അതുപോലെയുള്ള ഒരു എഴുത്തുകാരിയാണ് ഹരിത മാഡം. അപ്പോൾ മാഡത്തിന് ഇപ്പോൾ പലരും സിൻ എന്ന് പറയുന്ന നോവലിലൂടെ കണ്ടിട്ടുണ്ടാവാം. പക്ഷെ ഞങ്ങൾ ആദ്യമായിട്ട് ഈ അക്ഷരായനത്തിൽ വായിക്കുന്നത് മുറിവേറ്റവരുടെ പാതകൾ. അതൊരു യാത്രാവിവര കൃതിയായിട്ട് പലരും പറയുമെങ്കിലും അതിനപ്പുറം എന്തോ ഒരാളുടെ ഒരു, അല്ലെങ്കിൽ ഒരുപാട് പേരുടെ ഒരു ജീവിതമാണോ അതിൽ പറയുന്നത് നമുക്ക് തോന്നിപ്പോവും. ആളുടെ ഏത് കൃതികൾ എടുത്താലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മൾ ഇവിടെ ചുറ്റും കാണുന്നതല്ല ഒരു സമൂഹം എന്ന് പറയുന്നത്. പുറത്ത് നമ്മൾ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോഴും യുദ്ധത്തിന്റെ ഭീകരതയും അതുപോലെയുള്ള ഭരണകൂടത്തിന്റെ കുറെ ഭീകരതകൾ അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യർ നമ്മുടെ ചുറ്റുമുണ്ട് എന്നുള്ളത് ഈ എഴുത്തുകാരി നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ആളുടെ ഓരോ കൃതികളാണെങ്കിലും അത് നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ, മുറിവേറ്റവരുടെ പാതകൾ എന്ന് പറയുന്നത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലും കൂടിയാണ് ആ മുറിവ് കൊള്ളുന്നത്. അപ്പോ ഞാൻ ആ പുസ്തകം വായിച്ചതിന് ശേഷം പലർക്കും ആ പുസ്തകം ഒന്ന് വായിക്കണം, നിങ്ങൾക്ക് ഒരിക്കലും ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ഒരു കണ്ണുനീരോടെ അല്ലാതെ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു സിനിമ കാണുമ്പോൾ എങ്ങനെയാണോ ചില സിനിമകൾ നമ്മൾ കണ്ട് നമ്മൾ വിഷമിക്കുന്ന പോലെ തന്നെ ഇത് വിഷമത്തിനപ്പുറം പോരാട്ടം കൂടിയാണ്. അപ്പൊ അങ്ങനെയുള്ള കുറെ കൃതികൾ നമ്മുടെ മുന്നിൽ വിരലെണ്ണാവുന്നതാണെങ്കിൽ കൂടി പോലും നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചൊരു എഴുത്തുകാരിയാണ് ഹരിത സാവിത്രി. ആളുടെ ഈ മുറിവേറ്റവരുടെ പാതകൾ വായിച്ചതിന് ശേഷം ഞങ്ങൾ അക്ഷരായനം എന്ന് പറയുന്ന വായനക്കൂട്ട്, ഞങ്ങൾ ആളുമായിട്ടൊരു സംവാദം അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയിൽ ആളെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നാട്ടിലേക്ക് വന്ന സമയത്ത്. കാരണം ആള് അന്ന് സ്പെയിനിലായിരുന്നു. അപ്പൊ നാട്ടിലേക്ക് വന്ന സമയത്ത് ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊണ്ടുവന്നപ്പോൾ എല്ലാവരും ആരാധനയല്ല നമുക്കവിടെ, നമുക്ക് ആ ഇഷ്ടമാണ്. പുസ്തകം വായിച്ചപ്പോഴുണ്ടാവുന്ന ആ വായനക്കാരിയോടുള്ള ഇഷ്ടമുണ്ടല്ലോ, എല്ലാവരും ആളെ കെട്ടിപ്പിടിക്കാനുള്ള തിരക്കായിരുന്നു. എനിക്കും ആ തിരക്ക് തന്നെയായിരുന്നു. ഞാനും ആളെ കെട്ടിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു ഫോട്ടോ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഞാൻ അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഞാനത് ആ സമയത്ത് തന്നെ ഫേസ്ബുക്കിൽ അത് പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പൊ അത്രയും സന്തോഷമാണ്. അത്രയും ഒരു എഴുത്തുകാരി എങ്ങനെയായിരിക്കണം എന്നുള്ളതിനൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ നമുക്കൊരു ഉദാഹരണം എന്നുള്ള രീതിയിലൊക്കെ ആളെ നമുക്ക് പറയാം. പക്ഷെ ആളുടെ സിൻ വായിച്ചപ്പോഴും ഇതേപോലെ തന്നെ ഒരു ഭരണകൂട ഭീകരതയ്ക്കെതിരെ പ്രവർത്തിച്ചതിന്റെ പേരിൽ സീത എന്ന് പറയുന്ന ഒരു യുവതി അനുഭവിക്കേണ്ടി വന്ന ദുഃഖങ്ങളും, അല്ലെങ്കിൽ ആളെ ഭീകരവാദി എന്നുള്ളതിന്റെ പേരിൽ അറിയപ്പെടുകയാണ്. പലരും നമ്മൾ കാണുന്നവരായിരിക്കില്ലല്ലോ. അതിന്റെ പേരിൽ ടർക്കിഷ് ഭരണകൂടം ആ ഭീകരവാദിയാണ് എന്ന് പറഞ്ഞ് ആളെ ജയിലിൽ അടയ്ക്കുന്നതും അതിൽ നിന്ന് പോരാടുന്ന ഒരു ജനതയും ഒക്കെയാണ് നമ്മൾ അതിൽ കാണുന്നത്. എല്ലാം നമുക്ക് വിവരിച്ച് പറയാൻ പറ്റില്ല. കാരണം ആ പുസ്തകം വായിക്കുക, കാരണം ആ പുസ്തകത്തിൽ കിട്ടുന്ന അനുഭവം നമുക്ക് മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു തലം നമുക്ക് തരും. അദ്ദേഹത്തിന്റെ തന്നെ ഒരു പുതിയ കൃതിയാണ്, ആളുടെ പുതിയ കൃതിയാണ് കുർബാൻ എന്ന് പറയുന്നത്.
ഏപ്രിൽ ആണ് ഈ പുസ്തകം പബ്ലിഷ് ചെയ്തു വരുന്നത്. ഈ ഖുർബാൻ ഇറങ്ങിയ സമയം തൊട്ട് അയ്യോ ഇതെനിക്ക് വായിക്കണം എന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ഒരു മെയ് മാസത്തിലാണ് ഞാൻ ഖുർബാൻ വാങ്ങിക്കുന്നത്. അത് ഏപ്രിൽ കഴിഞ്ഞ് ഞങ്ങൾ മെയ്യിൽ ടീച്ചേഴ്സിന്റെ ഒരു SRG മീറ്റിംഗ് പാലക്കാട് ഉണ്ടായിരുന്നപ്പോൾ ആ സമയത്ത് പോയപ്പോൾ പാലക്കാട് മാതൃ ബുക്സിൽ വെച്ചിട്ടാണ് ഞാനിത് വാങ്ങിക്കുന്നത്. അപ്പൊ ഇത് വാങ്ങിച്ചപ്പോൾ നമുക്കറിയാലോ, ഒരു സ്വന്തം പുസ്തകം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുക എന്താണ്, ഇത് വായിക്കാനുള്ള സമയം നമുക്ക് കണ്ടെത്താം, നമ്മുടെ കയ്യിലുണ്ടല്ലോ എന്ന് ചിന്തിക്കും. അങ്ങനെ ലേറ്റ് ആക്കി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ഞാൻ വായിച്ചു തുടങ്ങിയിട്ടുണ്ട്, ഒരു പകുതി വരെ ആയിട്ടുണ്ട്. പുസ്തകത്തെ കുറിച്ചുള്ള റിവ്യൂ ഞാൻ പിന്നെ പറയും. ഞാൻ എഴുത്തുകാരനെ ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ആദ്യത്തെ ലക്ഷ്യമായിരുന്നത്. ഖുർബാൻ എന്ന് പറയുന്ന ഈ പുസ്തകത്തിന്റെ പേര് തന്നെ ഖുർബാൻ എന്നാണ്. ഖുർബാൻ എന്ന് പറയുന്നത് കുർമാജി ഭാഷയിൽ ഇര എന്നാണ്. അപ്പോ ഇതിൽ ആരൊക്കെയാണ് ഒരു ഭരണകൂടത്തിന് ഇരയാവുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അപ്പോ അങ്ങനെയുള്ള തുടങ്ങിയ സമയത്ത് തന്നെ നമുക്കറിയാം ജിയാൻ എന്ന് പറയുന്ന പയ്യൻ എങ്ങനെയാണ് ജയിലിൽ അകപ്പെടുന്നതും ഒക്കെയുള്ളത്. അതുകൊണ്ട് തന്നെ പലരും നമ്മുടെ സമൂഹത്തിന് ചുറ്റും അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരെല്ലാവരും എങ്ങനെയാണ് നമ്മൾ കാണാത്തൊരു ലോകത്ത് യുദ്ധത്തിന്റെ ഭീകരതയിൽ എങ്ങനെയൊക്കെയാണ് അവര് ഈ ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു എന്നുള്ളതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഹരിത സാവിത്രി ആ നാട്ടിൽ പോയി അവിടെ ജീവിച്ച് അവിടെ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും കൃതികളിൽ എഴുതാറ്. ഇപ്പൊ കുർദ് വംശജരെ കുറിച്ചൊക്കെ വളരെ മനോഹരമായിട്ട്, അല്ലെങ്കിൽ മനോഹരം എന്നുള്ള വാക്കല്ല അവിടെ പറയേണ്ടത്, കാരണം അവരനുഭവിച്ച വേദനകളൊക്കെയാണ് അതിൽ പറയുന്നത്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് ആവിഷ്കരിച്ച സിൻ എന്ന് പറയുന്ന നോവലായിക്കോട്ടെ, ഇപ്പോൾ ഖുർബാൻ എന്ന് പറയുന്ന നോവലായിക്കോട്ടെ, ഇതെല്ലാം തന്നെ നമ്മൾ വായിച്ചിരിക്കേണ്ട കൃതികളാണ്. കാരണം നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ഒന്ന് അവശേഷിപ്പിച്ചിട്ടായിരിക്കും ഈ കൃതി അവസാനിക്കുക, ഓരോ നോവലുകളും അവസാനിക്കുക. ആളുടെ രണ്ടാമത്തെ നോവലാണ് ഖുർബാൻ എന്ന് പറയുന്നത്. ഇത് പൂർണ്ണമായും വായിച്ചതിന് ശേഷം ഞാൻ ഇതിനെക്കുറിച്ചുള്ള റിവ്യൂ നിങ്ങൾക്ക് തയ്യാറാക്കി നമ്മുടെ ഗ്രൂപ്പിലല്ല നമ്മുടെ ഈ വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഏവർക്കും അതുവരെ ഗുഡ് ബൈ.